Okay, dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമൺ ആയി വരുന്ന അഞ്ചാമത്തെ ചാപ്റ്ററായ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന ചാപ്റ്ററാണ്. ഇതിന് മുന്നിലുള്ള ചാപ്റ്റർ, അതായത് ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ കുറേ HTML ടാഗ്സ് പഠിച്ചിരുന്നു. അത്തരം ടാഗ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ഒരു വെബ് പേജസ് ഡിസൈൻ ചെയ്യുക എന്നതാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഈ ചാപ്റ്റർ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലിസ്റ്റ് ഇൻ HTML, സെക്കൻഡ് വൺ ഹൈപ്പർ ലിങ്ക്, തേർഡ് വൺ ഇൻസേർട്ടിംഗ് മ്യൂസിക് ആൻഡ് വീഡിയോസ്, ഫോർത്ത് വൺ tables in HTML, fifth one frames and last one forms. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ലിസ്റ്റ്സ് ഇൻ HTML. എന്താണ് ലിസ്റ്റ് നോക്കാം. ലിസ്റ്റ്സ് ആർ യൂസ്ഡ് ടു അറേഞ്ച് ദി ഐറ്റംസ് ഇൻ എ വെബ് പേജ്. വെബ് പേജിലെ ഐറ്റത്തിനെ അറേഞ്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത് ലിസ്റ്റ്. ഓക്കെ, ഇത്തരം ഐറ്റത്തിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ മേക്ക് മോർ കമ്മ്യൂണിക്കേറ്റീവ് ഓർ റീഡബിൾ. അത് നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്തെടുക്കാനും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ലിസ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മുകളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ടോപ്പിക്സ് ഡിസ്പ്ലേ ചെയ്ത് തന്നെ എങ്ങനെയാണ് ലിസ്റ്റ് ആയിട്ടാണ്. ഓരോ 1, 2, 3, 4 എന്ന രീതിയിൽ കുറേ ഐറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചു. ഇതൊരു ലിസ്റ്റാണ്. ഓക്കെ, ഇത് മാത്രമല്ല മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റത്തിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റത്തിനെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇത്തരം രീതിയിൽ ഐറ്റത്തിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്, ലിസ്റ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് HTML ലിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇൻ HTML ദി ലിസ്റ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. HTML നമുക്ക് ലിസ്റ്റുകളെ 3 ആയി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഓർഡേർഡ് ലിസ്റ്റ്, സെക്കൻഡ് വൺ അൺഓർഡേർഡ് ലിസ്റ്റ്, തേർഡ് വൺ ഡെഫിനിഷൻ ലിസ്റ്റ്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലിസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓർഡേർഡ് ലിസ്റ്റ് നോക്കാം. ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് OL ടാഗ്. ഓക്കെ, ഇൻ ദിസ് ലിസ്റ്റ് ദി ഐറ്റം ആർ ലിസ്റ്റഡ് വിത്ത് സം ന്യൂമറിക് ഓർ ആൽഫാബറ്റിക്കൽ ഓർഡർ. ഈ ഒരു മെത്തേഡിൽ ഐറ്റത്തിനെ നമ്മൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത്, ന്യൂമറിക് ആയിട്ടോ ആൽഫാബറ്റിക്കോ ആയിട്ടോ ആണ് ലിസ്റ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് ദി ടാഗ് പെയർ OL ആൻഡ് OL ക്ലോസ് ടാഗ്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ 2 ടാഗ്സ് വേണം. OL ഓപ്പണിംഗ് ടാഗ് വേണം, OL ക്ലോസിംഗ് ടാഗ്സ് വേണം. ഓക്കെ, ഇതാണ് ഓർഡർ ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. മാത്രമല്ല ഓർഡർ ലിസ്റ്റിന് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെ നോക്കാം, ടൈപ്പ് ആട്രിബ്യൂട്ട്സും സ്റ്റാർട്ട് ആട്രിബ്യൂട്ടും. ഓക്കെ, ഇനി ദി ടൈപ്പ് സ്പെസിഫൈസ് ദി സ്റ്റൈൽ ഓഫ് ലിസ്റ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ മേ ബി 1, A, റോമൻ അപ്പർ ആൻഡ് റോമൻ ലോവർ. ഇത്രയും വാല്യൂസ് എന്തിനു കൊടുക്കാം, ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട്സ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി സ്റ്റാർട്ട് എന്ന ആട്രിബ്യൂട്ട് ആണ്. ദി സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദി സ്റ്റാർട്ടിംഗ് വാല്യൂ ആൻഡ് ഇറ്റ്സ് വാല്യൂ മസ്റ്റ് ബി പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, സ്റ്റാർട്ടിംഗ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ OL ടാഗിന് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, ടൈപ്പ് ഉണ്ടായിരിക്കും, സ്റ്റാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ടൈപ്പിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്, 1 കൊടുക്കാം, A കൊടുക്കാം, സ്മോൾ ലെറ്റർ A കൊടുക്കാം, ഓർ റോമൻ ലെറ്റർ അപ്പർ കൊടുക്കാം, ഓർ റോമൻ ലെറ്റർ ലോവർ കൊടുക്കാം. ഇത്രയാണ് ടൈപ്പിൻ്റെ വാല്യൂസ്. ഇനി സ്റ്റാർട്ടിൻ്റെ വാല്യൂ എന്താവാം, എപ്പോഴൊരു ന്യൂമറിക് ഇൻറ്റിജർ പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 എന്ന് കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കൗണ്ടിങ് എവിടെ സ്റ്റാർട്ട് ചെയ്യും, 5 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 1 എന്ന് കൊടുക്കുകയെന്ന് എവിടെ സ്റ്റാർട്ട് ചെയ്യും, കൗണ്ടിങ് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എക്സാമ്പിളിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് ഐറ്റത്തെ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഐറ്റത്തെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ടാഗ് നമുക്ക് യൂസ് ചെയ്യണം, LI ടാഗ്, ലിസ്റ്റ് ഐറ്റം ടാഗ്. ഫോർ എക്സാമ്പിൾ താഴെ തന്നിരിക്കുക ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെ എന്താണ്, ലിസ്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, LI ടാഗ് യൂസ് ചെയ്യണം. ഓക്കെ, എന്താ നോക്കാം. ഇറ്റ് ആൾസോ നീഡ് അനദർ ടാഗ് LI ടാഗ്. നമുക്ക് എന്ത് വേണം, LI ടാഗ് വേണം ടു പ്രൊവൈഡ് ദി ഐറ്റംസ് ഇൻ ദി ലിസ്റ്റിൽ ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ദി ഐറ്റം ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ പെയർ LI ഓപ്പണിംഗ് ആൻഡ് LI ക്ലോസ്. ഐറ്റം നമ്മൾ എവിടെ കൊടുക്കുക, LI ഓപ്പണിങ്ങിനകത്തും LI ക്ലോസിനകത്തും നമ്മൾ എന്ത് കൊടുക്കുക, ഐറ്റംസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 4 ബോക്സസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഓർഡേർഡ് ലിസ്റ്റിൽ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, 1 2 3 4 എന്ന ഓർഡർ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് 1, ഇപ്പം നമ്മൾ എന്ത് കൊടുത്തു, സ്റ്റാർട്ടിങ് 1 എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1 എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ ടൈപ്പ് നെക്സ്റ്റ് എക്സാമ്പിളിൽ ടൈപ്പ് A ആണ്, ABCD ഓർഡർ ആണ് വേണ്ടത്. ഓക്കെ, അതിന് സ്റ്റാർട്ടിങ് എന്ത് കൊടുത്തത്, 4 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ D എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് A1 B2 C3 D4. അപ്പോൾ 4 എന്നാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ DEFG എന്ന ഓർഡറിലായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് റോമൻ ലെറ്റർ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1, ഫോർത്ത് 1. ഓക്കെ, സ്റ്റാർട്ടിങ് വാല്യൂ ഏതാണ്, 1 ആണ്. ഓക്കെ, സെയിം ആസ് ലോവർ, റോമൻ ലെറ്റർ ലോവർ കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് ലോവർ I ആണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാർട്ട് എത്രയാണ്, 5 ആണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 6 7 8 എന്ന രീതിയിൽ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡേർഡ് ലിസ്റ്റിനെ ഓർഡേർഡ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ ഒരു ഓർഡർ ലിസ്റ്റ് കാണുന്നുണ്ട്, 1 2 3 എന്നാണ് ഓർഡർ വരുന്നത്. അപ്പോൾ ഇതുപോലൊരു ഓർഡർ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓയിൽ ടാഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ഓയിൽ ടാഗിന് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ടൈപ്പ്. ഓക്കെ, ടൈപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 2 3 എന്ന ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു 1 കൊടുത്തു. ഓക്കെ, അടുത്ത ആട്രിബ്യൂട്ട് സ്റ്റാർട്ട് ആണ്. ഓക്കെ, സ്റ്റാർട്ട് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കൊടുത്തു, 1 എന്ന് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇനി അതിൽ ഐറ്റംസ് വേണം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന 3 ഐറ്റംസ് വേണം. ഐറ്റംസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് LI ടാഗ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഐറ്റം കൊടുക്കുക, ഫിസിക്സ്. ഓക്കെ, ഇനി ഐറ്റം കൊടുത്തിട്ട് ഫസ്റ്റ് ഐറ്റം കൊടുത്തതിന് ശേഷം LI ക്ലോസ് ചെയ്യുക. ഓക്കെ, അടുത്ത ഐറ്റം വീണ്ടും LI ഓപ്പൺ ചെയ്യുക, കെമിസ്ട്രി. വീണ്ടും എന്ത് ചെയ്യാം, LI ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം LI ഓപ്പൺ ചെയ്തു, മാത്സ്, LIനെ ക്ലോസ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യണം, ഓർഡേർഡ് ലിസ്റ്റിനെ ക്ലോസ് ചെയ്യണം. ഓർഡർ ലിസ്റ്റിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, 1 2 3 എന്ന ടൈപ്പാണ് വേണ്ടത്. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു 1, 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, ഈ ഫസ്റ്റ് ഐറ്റം ഫിസിക്സ് ആണ്, അതിനകത്ത് കൊടുത്തു LIക്ക്, ഫസ്റ്റ് LIക്ക് കൊടുത്തു, ദെൻ സെക്കൻഡ് LI കെമിസ്ട്രി, തേർഡ് LI മാത്സ്. ആ രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി സെക്കൻഡ് എക്സാമ്പിൾ നമ്മളിവിടെ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്, ABCD എന്നാണ് വന്നിരിക്കുന്നത്. അത് D3 സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഇതിനും ഓയിൽ ഓപ്പൺ ചെയ്തു, ടൈപ്പ് നമുക്ക് വേണ്ടത് A എന്നാണ് വേണ്ടത്. ഓക്കെ, അതുപോലെ സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, D ആകുമ്പോൾ 4 ആണ് വരുന്നത്. ഓക്കെ, അറിയാലോ, A1 B2 C3 D4 എന്ന ഓർഡർ വരുന്നത്. അപ്പോൾ D എന്നാണ് കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 4 കൊടുത്തു. ഓക്കെ, ഇനി സെയിം ആസ് മുകളിൽ പറഞ്ഞ പോലെ ഐറ്റംസ്, സെയിം ഐറ്റംസ് ആണ്, ഞാൻ കോപ്പി ചെയ്തു, ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ത് ചെയ്യണം, തീർന്നു കഴിഞ്ഞാൽ
ഓയിലിനെ ക്ലോസ് ചെയ്യാം, ഓർഡർ ലിസ്റ്റിനെ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. ഇതാണ് എക്സാമ്പിൾ. ഐറ്റംസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സയൻസ് എബവ്, ബട്ട് റോമൻ ലെറ്റേഴ്സ് വരണം. ലോവർ 5 മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ലിസ്റ്റ് ആണ്. ടൈപ്പ് ഈക്വൽ ടു റോമൻ ലെറ്റർ ഐ. ഓക്കെ, സ്മോൾ ലെറ്റർ ആണ് ഐ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, സ്റ്റാർട്ട് വേണം. സ്റ്റാർട്ട് ഈക്വൽ ടു എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. നോട്ട് ചെയ്യും, 5 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഐറ്റംസ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് LI. ഫസ്റ്റ് ഐറ്റം ഫിസിക്സ് ആണ്. LIനെ ക്ലോസ് ചെയ്യുന്നു. അടുത്ത് LI ഓപ്പൺ കെമിസ്ട്രി, LI ക്ലോസ്. നെക്സ്റ്റ് വരുന്നത് LI ഓപ്പൺ മാത്സ്, LIനെ ക്ലോസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് നമ്മുടെ OL ടാഗിനെ ക്ലോസ് ചെയ്യാം. ഇപ്പം അതുപോലെ ഒരു ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. അൺഓർഡേർഡ് ലിസ്റ്റിന് യൂസ് ചെയ്യുന്ന ടാഗാണ് UL ടാഗ്. എന്താണ് അൺഓർഡേർഡ് ലിസ്റ്റ് നോക്കാം. ഇൻ ദിസ് ലിസ്റ്റ് ദി ഐറ്റം ആർ അറേഞ്ച്ഡ് വിത്ത് ദി ബുള്ളറ്റ്സ് ഓർ അതർ ഗ്രാഫിക്സ്. അതായത് ഈ ഒരു ലിസ്റ്റിൽ ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യുന്നത് ബുള്ളറ്റ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതർ ഗ്രാഫിക്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് ദി ടാഗ് പെയർ UL ആൻഡ് UL ക്ലോസ് ടാഗ്. അതായത് അൺഓർഡേർഡ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് UL ഓപ്പണിംഗ് ആൻഡ് UL ക്ലോസിങ്ങിനകത്ത് ആണ്. ഓക്കെ, ഇറ്റ് ഹാസ് ദി ആട്രിബ്യൂട്ട് ടൈപ്പ്. ഒരു സ്പെഷ്യൽ ആട്രിബ്യൂട്ട് ഉണ്ട്, അതാണ് ടൈപ്പ്. ഓക്കെ, ഇനി ഈ അൺഓർഡേർഡ് ലിസ്റ്റിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് വാല്യൂസ് എന്താ പറഞ്ഞിരിക്കുന്നത്. And the value of type attribute may be circle, square, disk. പിന്നെ 3 രീതിയിൽ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബുള്ളറ്റ്സ് എന്ന് പറയാൻ കാരണം ഈ ബുള്ളറ്റ്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഇതൊക്കെ എന്താണ്, ഓരോ ബുള്ളറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യാൻ, ഐറ്റം ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം, LI ടാഗ് ഓപ്പണിംഗ് ആൻഡ് LI ക്ലോസ് ടാഗ് നമ്മൾ യൂസ് ചെയ്യണം, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നുണ്ട് 3 എക്സാമ്പിൾസ്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന ഈ ഐറ്റംസ് ബുള്ളറ്റ്സ് യൂസ് ചെയ്യുന്നു. ബുള്ളറ്റ്സ് 3 ടൈപ്പ് ബുള്ളറ്റ്സ് ഉള്ളത്. സർക്കിൾ, ഓക്കെ, ഇതാണ് സർക്കിൾ. ഓക്കെ, പിന്നെ അതേപോലെ സ്ക്വയർ, ഇതാണ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഐറ്റത്തിനെ ഡിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 3 രീതിയിലാണ് അൺഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് ചെയ്യണം. അൺഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് UL ടാഗാണ്. ഓക്കെ, അതിന് ഒരേ ഒരു ആട്രിബ്യൂട്ട്സേ ഉള്ളൂ, ടൈപ്പ് ഈക്വൽ ടു നമുക്ക് കൊടുക്കാം സർക്കിൾ കൊടുത്തു, സർക്കിൾ. ഓക്കെ, ഇതാണ് സർക്കിൾ. ഓക്കെ, സർക്കിൾ. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് ഐറ്റംസ് വേണം. അപ്പോൾ ഐറ്റംസ് യൂസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ LI ടാഗ് യൂസ് ചെയ്യുന്നു. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫിസിക്സ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന, LIനെ ക്ലോസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അടുത്ത ഐറ്റം കൊടുക്കുന്ന കെമിസ്ട്രി, ദെൻ LI ക്ലോസ് ചെയ്യുന്നു. ദെൻ അടുത്ത ഐറ്റം കൊടുക്കുന്ന LIക്കകത്ത് മാത്സ്, ദെൻ LI ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് ഓപ്പൺ ചെയ്ത UL ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഐറ്റംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ഇനി നമുക്ക് സർക്കിളിന് പകരം സ്ക്വയർ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ടൈപ്പ് ഈക്വൽ ടു സർക്കിളിന് പകരം എന്ത് കൊടുക്കുക? സ്ക്വയർ എന്ന് കൊടുക്കുക. സ്ക്വയർ. അപ്പം ഈ രീതിയിലായിരിക്കും ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഡിസ്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സ്ക്വയർ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കാം? ഡിസ്ക് എന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ രീതിയിലായിരിക്കും ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം 3 വാല്യൂസ് ഉണ്ട്: സർക്കിൾ, സ്ക്വയർ, ഡിസ്ക്. ഓക്കെ. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്. എന്താണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് നോക്കാം. It lists the terms and its corresponding definitions as below. അതായത് താഴെ നമുക്കൊരു ടേംസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഫിസിക്സ് ഇതാണ് ടേം. ഇനി അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ. അതുപോലെ കെമിസ്ട്രി ഇത് ഡെഫിനിഷൻ ടേം ആണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലിസ്റ്റ് ചെയ്യണം. അതായത് ഒരു സൈഡ് ഹെഡിങ് ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്. വീണ്ടും ഒരു സൈഡ് ഹെഡിങ്, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് യൂസ് ചെയ്യുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന ലിസ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ വേണ്ട ടാഗ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ദി ഡെഫിനിഷൻ ലിസ്റ്റ് യൂസസ് ദി ടാഗ് പെയർ DL opening and DL closing for enclosing the list. ടോട്ടൽ ലിസ്റ്റിനെ എൻക്ലോസ് ചെയ്യാൻ നമുക്ക് DL opening and DL closing ടാഗ്സ് നമുക്ക് നിർബന്ധമാണ്. ഓക്കെ. ആൻഡ് ഈച്ച് ടേം ഈസ് എൻക്ലോസ്ഡ് ബൈ ദി ടാഗ് പെയർ TD opening and TD closing. പിന്നെ നമുക്ക് വേണ്ടത് ടേംസ് വേണം. അതായത് സൈഡിങ് ആയിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സൈഡ് ഹെഡിങ്, അതായത് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ടേം ഈസ് എൻക്ലോസ്ഡ് ബൈ ദി പെയർ ടാഗ് പെയർ DT opening and DT closing. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ടാഗ് ആയി. ആൻഡ് ദി ടാഗ് പെയർ DD and DD closing for supplies the definitions for the terms. ടേംസിലേക്ക് ആവശ്യമുള്ള ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് DD opening and DD closing. ഓക്കെ. എന്താ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻസ്. ഓക്കെ. അപ്പം ഇത് ഡെഫിനിഷൻ ടേം, അതിൻ്റെ ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? DD opening and DD closing വേണം. ഓക്കെ. ഇനി ദാറ്റ് ഈസ്, അതായത് ഇറ്റ് നീഡ്സ് ദി അറ്റ്ലീസ്റ്റ് 3 ടാഗ്സ്. ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് എത്ര ടാഗ്സ് വേണം? അറ്റ്ലീസ്റ്റ് 3 ടാഗ്സ് വേണം. അതൊക്കെയാണ് DL opening. അതേതൊക്കെയാണ്? DL opening, DL closing. First one. Second one, DT opening and DT closing. Third one, DD opening and DD closing. Okay. DL means a definition list. DT means a definition term. DD means a definition description. Okay. ഇത്രയും ടാഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതിന് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ മുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി ഇതിന് ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ടാഗാണ് DL ടാഗ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് DT ടാഗാണ്. ഓക്കെ. DT ടാഗിനകത്ത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഫിസിക്സ് ആണ്. ഫിസിക്സ്. ദെൻ നമ്മൾ DT ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. ഇനി അതിൻ്റെ അണ്ടറിൽ വരേണ്ടത് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് DD ടാഗാണ്. ഓക്കെ. ഈ DD ടാഗിനകത്ത് വേണ്ട കണ്ടന്റ് മുകളിലുണ്ട്. ജസ്റ്റ് ഞാൻ അതങ്ങോട്ട് കോപ്പി ചെയ്യുന്ന പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ DD ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ ഇത്രയും വേണം. അത് എൻഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ DDയെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. DDയെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഫിസിക്സിൻ്റെ ഡെഫിനിഷൻ ടേമായി, അതിൻ്റെ ഡിസ്ക്രിപ്ഷനായി. ഓക്കെ. അടുത്ത നമുക്ക് വേണ്ടത് സെയിം ആസ്
DT വീണ്ടും ഓപ്പൺ ചെയ്യുക. കെമിസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്. കെമിസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് വേണ്ടത് കെമിസ്ട്രി പറഞ്ഞു. കെമിസ്ട്രി. ദെൻ നമ്മൾ DT യെ ക്ലോസ് ചെയ്തു. ഓക്കെ. ഇനി അതിൻ്റെ അണ്ടറിൽ വേണ്ടത് ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ ആണ്. കെമിസ്ട്രിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ DD ഓപ്പൺ ചെയ്തു. കെമിസ്ട്രിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് മുകളിൽ നിന്ന് കോപ്പി ചെയ്തു. ദെൻ ഇതിനകത്ത് കൊടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഓക്കെ. ആ DD ഡിസ്ക്രിപ്ഷൻ തീർന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യാം? DD യെ ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 2 ഡെഫിനിഷൻ ടൈം ഉണ്ട്, 2 ഡിസ്ക്രിപ്ഷനും ഉണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലൊരു DL ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ DLനെ നമ്മൾ ലാസ്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. DLനെ ക്ലോസ് ചെയ്തു. ഓക്കെ. ദാറ്റ്സ് ഓൾ. അതോടുകൂടി നമുക്ക് ആ എക്സാമ്പിൾ തീർന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് DL ഓപ്പൺ ചെയ്തു, ദെൻ DT ഡെഫിനിഷൻ ടേം ഫിസിക്സ് ആണ്, ആ DT ക്ലോസ് ചെയ്തു. ഓക്കെ. ദെൻ അതിന് ഡിസ്ക്രിപ്ഷൻ വേണം. DD ഓപ്പൺ ചെയ്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തോടെ നമ്മൾ ആ DD ക്ലോസ് ചെയ്തു. ഓക്കെ. അടുത്ത ഡെഫിനിഷൻ ടൈം വരുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി DTക്കകത്ത് പ്രൊവൈഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു DD ഓപ്പൺ ചെയ്തു. ദെൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? DDയെ ക്ലോസ് ചെയ്തു. ഓക്കെ. അതോടുകൂടി നമുക്ക് ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ തീർന്നു കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെസ്റ്റഡ് ലിസ്റ്റിനെ കുറിച്ചാണ്. എന്താണ് നെസ്റ്റഡ് ലിസ്റ്റ്? നോക്കാം. എ ലിസ്റ്റ് ഓഫ് ഐറ്റം ക്യാൻ ബി ഗിവൺ അണ്ടർ അനദർ ലിസ്റ്റ് ഈസ് കാൾഡ് നെസ്റ്റഡ് ലിസ്റ്റ്. അതായത് ഒരു ലിസ്റ്റിനകത്ത് മറ്റൊരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ്. വൺസ് അഗൈൻ, ഒരു ലിസ്റ്റിനകത്ത് മറ്റൊരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ്. എക്സാമ്പിൾ താഴെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ബയോളജി സയൻസ് എന്ന ലിസ്റ്റാണ്. അത് സബായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി. നെക്സ്റ്റ് 2 കമ്പ്യൂട്ടർ സയൻസ് ആണ്, അതിന് സബ് ഫിസിക്സ്, കെമിസ്ട്രി. ഇത്തരത്തിലുള്ള ലിസ്റ്റിന് പറയുന്നതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിനകത്ത് മറ്റൊരു ലിസ്റ്റ്. അതായത് ബയോളജി സയൻസ് എന്ന ലിസ്റ്റിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി മറ്റൊരു ലിസ്റ്റ് വന്നു. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു ലിസ്റ്റിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി എന്ന ലിസ്റ്റ് സബായിട്ട് വന്നു കഴിഞ്ഞു. ഇതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ഓക്കെ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഓക്കെ. എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ 1, 2 അതാണ് ഏറ്റവും ഔട്ടറിൽ വരുന്ന ലിസ്റ്റ്. ഫിസിക്സ്, കെമിസ്ട്രി ഇന്നറിൽ വരുന്ന ലിസ്റ്റുകളാണ്. അപ്പോൾ ഔട്ടറിൽ വരുന്ന ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റാണ്. 1, 2 എന്നത് ഓർഡർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? OL ടാഗ് ഓപ്പൺ ചെയ്തു. അതിന് ടൈപ്പ് എവിടെ വരുന്നത്? 1 ആണ് ടൈപ്പ്. 1, 2, 3 എന്ന ഓർഡറാണ് വന്നിരിക്കുന്നത്. ഐ മീൻസ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ പറയണം. സ്റ്റാർട്ട് ഈക്വൽ ടു 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലാതെ 2 എന്നോ 3 എന്നോ അല്ല. അപ്പോൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് അതിന് സബ് ലിസ്റ്റ് വേണം. ബയോളജി സയൻസ് എന്ന ലിസ്റ്റ് വേണം. അപ്പോൾ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി LI നമ്മൾ കൊടുക്കും. LI ലിസ്റ്റ് ആയിട്ടാണ്. അതിനകത്ത് ബയോളജി സയൻസ് ആണ്. ബയോളജി സയൻസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? LIയെ ക്ലോസ് ചെയ്തു. ഓക്കെ. ഇനി ഈ LIക്കകത്താണ് ബയോളജി എന്ന ലിസ്റ്റ് ഐറ്റത്തിന് അകത്താണ് ഫിസിക്സ്, കെമിസ്ട്രി വരുന്നത്. ഓക്കെ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളത് ഓർഡേർഡ് അല്ല, അൺഓർഡേർഡ് ആണ്. ബുള്ളറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ UL ടാഗ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. അതിന് ടൈപ്പ് എന്താണ്? ഈക്വൽ ടു സർക്കിൾ ആണ്. സർക്കിൾ. ഓക്കെ. ഇനി അതിനകത്ത് വരുന്ന 2 ഐറ്റംസ് ആണ് ഫിസിക്സും കെമിസ്ട്രിയും. അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? LI ഓപ്പൺ ചെയ്തു, അത് കൊടുത്തു ഫിസിക്സ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? LIനെ ക്ലോസ് ചെയ്തു. ഓക്കെ. അതിന് സെക്കൻഡ് വരുന്ന ഐറ്റമാണ് കെമിസ്ട്രി. അപ്പോൾ വീണ്ടും LI ഓപ്പൺ ചെയ്തു, കെമിസ്ട്രി പ്രൊവൈഡ് ചെയ്തു, LIനെ ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ബയോളജി സയൻസിനകത്തുള്ള 2 സബായി കഴിഞ്ഞു. അതിൻ്റെ ബുള്ളറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബുള്ളറ്റ് സർക്കിൾ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ആ അൺഓർഡ് ലിസ്റ്റിനെ ക്ലോസ് ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി തീർന്നു. നമ്മൾ എന്ത് ചെയ്തു? ULനെ ക്ലോസ് ചെയ്തു. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം? LI ഓപ്പൺ ചെയ്തു കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു?
LI ഓപ്പൺ ചെയ്തു. അവിടെ നമുക്ക് കൊടുത്തു കമ്പ്യൂട്ടർ സയൻസ് എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്തു LI ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനകത്ത് സബ് വരുന്നതാണ് വീണ്ടും ഫിസിക്സ് കെമിസ്ട്രി. ഓക്കെ, അത് വന്നിരിക്കുന്നത് AB എന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അതും ഓർഡേർഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, OL കൊടുത്തു. ഓക്കെ, ടൈപ്പ് ഈക്വൽ ടു A ആണ് വേണ്ടത് നമുക്ക്. ഓക്കെ, അതുപോലെ സ്റ്റാർട്ട് എവിടെ നിന്നാണ് വരുന്നത്, Aന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 1 ആണ്, ബിയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 2 ആണ്, സിയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 3 ആണ്. അപ്പോൾ ഇവിടെ A1 എന്ന സ്റ്റാർട്ടിംഗ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്തു. അതിന് സബ് വീണ്ടും വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ആണ്. ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി കൊടുത്തിരിക്കുന്നത് AB എന്ന രീതിയിലാണ്. അപ്പോൾ LI ഐറ്റംസ് വേണം. ഓക്കെ, അതിനകത്ത് വീണ്ടും നമ്മൾ ഫിസിക്സ് എന്ന് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു, LIനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അതിന് സബ് വരേണ്ടത്, അതിന് സെക്കൻഡ് വരുന്നത് വീണ്ടും LI ഓപ്പൺ ചെയ്യുക, കെമിസ്ട്രിയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, LI ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കൊടുത്ത ഓർഡേർഡ് ലിസ്റ്റിനെ വീണ്ടും ക്ലോസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ടോപ്പിൽ ഏറ്റവും മുകളിൽ വരുന്ന ഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് നെസ്റ്റഡ് ലിസ്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, വൺസ് അഗൈൻ ശ്രദ്ധിക്കുക, OL ഓപ്പണിംഗ് ടൈപ്പ് ഈക്വൽ ടു 1, സ്റ്റാർട്ട് ഈക്വൽ ടു 1, അതായത് 1 2 പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 1 ടൈപ്പ് കൊടുത്തു, സ്റ്റാർട്ടിങ് 1 കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൻ്റെ എലമെൻ്റ് ആണ് ബയോളജി. അതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ബയോളജി സയൻസ്. അപ്പോൾ ബയോളജി സയൻസ് പ്രൊവൈഡ് ചെയ്തു, ലിസ്റ്റ് ഐറ്റം. ഓക്കെ, ഇനി ഈ ബയോളജി സയൻസിനകത്ത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, ആ ഫിസിക്സ് എങ്ങനെ വന്നിരിക്കുന്നത്, ബുള്ളറ്റ് ആണ്, സർക്കിൾ ബുള്ളറ്റ് ആണ്. അപ്പോൾ അതൊരു അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ UL ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ആ അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് ഫസ്റ്റ് ഐറ്റം ഫിസിക്സ്, സെക്കൻഡ് ഐറ്റം കെമിസ്ട്രി. നെക്സ്റ്റ് അൺഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സബ് അടുത്ത ഐറ്റം വേണം, കമ്പ്യൂട്ടർ സയൻസ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, LI കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. LI എന്ന കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. A എന്ന ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാർട്ടിംഗ് 1 ആണ്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് ടൈപ്പ് ഈക്വൽ ടു A, സ്റ്റാർട്ട് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഫസ്റ്റ് ഐറ്റം ഫിസിക്സ് ആണ്, സെക്കൻഡ് ഐറ്റം കെമിസ്ട്രി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത ഓർഡർ ലിസ്റ്റ് നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഏറ്റവും ടോപ്പിൽ നമ്മൾ ഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് വെച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, അതോടുകൂടി ആ എക്സാമ്പിൾ തീർന്നു കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈപ്പർ ലിങ്കിനെ കുറിച്ചാണ്. എന്താണ് ഹൈപ്പർ ലിങ്ക്? ഇറ്റ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് വെബ്സൈറ്റ് and it allows the visitor to navigate between the pages of website by clicking on a text or image. യൂസർക്ക് ഒരു ടെക്സ്റ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇമേജിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴോ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ നാവിഗേറ്റ് ചെയ്യണം. അങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ വെബ് പേജിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് ഹൈപ്പർ ലിങ്ക്. അതായത് വെബ് പേജിൽ ഒരു ടെക്സ്റ്റിന് മുകളിലോ ഇമേജിന് മുകളിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ ടൂളാണ് എന്ത്, ഹൈപ്പർ ലിങ്ക്. ഓക്കെ, ഇനി ഹൈപ്പർ ലിങ്കിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ്. ഓക്കെ, എന്താണ് എ ടാഗിനെ കുറിച്ച് പറയുന്നത് നോക്കാം. ദി ടാഗ് എ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ്. ആൻഡ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. ദി ലിങ്ക് ഈസ് പ്രൊവൈഡഡ് ഇൻ ബിറ്റ്വീൻ ദി പെയർ ഓഫ് എ ടാഗ് ആൻഡ് എ ടാഗ് ക്ലോസിംഗ് ടാഗ്സ്. അതായത് ലിങ്ക് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, കണ്ടെയ്നർ ടാഗ് ആയതുകൊണ്ട് എ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, എ ക്ലോസിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ദി എ സ്റ്റാൻഡ് ഫോർ ആങ്കർ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആങ്കർ എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പർ ലിങ്ക്സ് ആണ്. ഓക്കെ, ഹൈപ്പർ ലിങ്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, internal link and external link. Okay, internal link to jump from one location to another location in the same page. ഒരേ പേജിലെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിങ്ക് ആണ് ഇന്റേണൽ ലിങ്ക്. അതായത്
ഒരു പേജ് വലിയ പേജ് ആണെങ്കിൽ സ്ക്രീനിൽ കുറച്ച് ഏരിയ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ, നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. താഴെ ഭാഗമോ അല്ലെങ്കിൽ മുകളിലെ ഭാഗമോ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രീനിൽ വ്യൂ ചെയ്യിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും മുകളിലെ ഭാഗം അല്ലെങ്കിൽ താഴത്തെ ഭാഗം അല്ലെങ്കിൽ മിഡിൽ ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് താഴേക്ക് ജമ്പ് ചെയ്യണം, അതേ പേജിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പേജിൻ്റെ ഒരു ലൊക്കേഷൻ അതേ പേജിൻ്റെ മറ്റൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്റേണൽ ലിങ്ക്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ ലിങ്ക്. ടു ജമ്പ് ഫ്രം വൺ പേജ് ടു അനദർ പേജ് ഓർ വൺ സൈഡ് ടു അനദർ സൈഡ്. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ജമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ജമ്പ് ചെയ്യുന്ന പറയുന്നത് എക്സ്റ്റേണൽ ലിങ്ക്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ലിങ്ക്സ് ഉണ്ട്, ഇന്റേണൽ ലിങ്ക്സ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്ക്സ്. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ആട്രിബ്യൂട്ട്സ്. എ ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് നോക്കാം. href ആൻഡ് നെയിം. ഇനി രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് ആര് യൂസ് ചെയ്യുന്നത്, എ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി href മീൻസ് ഹൈപ്പർ റെഫറൻസ് ആണ്. ഓക്കെ, ഹൈപ്പർ റെഫറൻസ് ആൻഡ് ഇറ്റ് വാല്യൂ വിൽ ബി ദി URL ഓഫ് ദി ഡോക്യുമെന്റ്. അതായത് എങ്ങോട്ടാണോ നമ്മൾ ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന URL ആയിരിക്കും എന്തിൻ്റെ വാല്യൂ, ഒരു hrefൻ്റെ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ദി അഡ്രസ് ഓഫ് വെബ് പേജ് ഓർ സൈറ്റ് ടു ബി ലിങ്ക്. എങ്ങോട്ടാണോ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണോ ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോക്യുമെന്റിന്റെ URL അഡ്രസ് ആയിരിക്കും എന്തിൻ്റെ വാല്യൂ, ഒരു hrefൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നെയിം ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഇറ്റ് റെഫർ എ സ്പെസിഫൈഡ് ലൊക്കേഷൻ ഓർ പാർട്ട് ഓഫ് ദി സെയിം പേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇന്റേണൽ ലിങ്ക്. ഓക്കെ, ഇന്റേണൽ ലിങ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് നെയിം. അതായത് ഒരു പേജിൻ്റെ ഒരു ലൊക്കേഷൻ മറ്റു ലൊക്കേഷൻ ജമ്പ് ചെയ്യണമെങ്കിൽ എങ്ങോട്ടാണോ ജമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണോ ലിങ്ക് ചെയ്യുന്നത് ആ ലൊക്കേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ താഴെ ലൊക്കേഷൻ വെച്ചാൽ താഴത്തെ ബോട്ടം എന്ന് സ്പെസിഫൈ ചെയ്യണം, ബോട്ടം നിന്ന് മുകളിലേക്ക് ആണെങ്കിൽ ടോപ്പ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ടോപ്പിൽ നിന്ന് മിഡിലേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മിഡിൽ എന്ന ഒരു ഏരിയ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ ഒരേ പേജിലെ ചില ലൊക്കേഷൻസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് നെയിം എന്ന ആട്രിബ്യൂട്ട്. ഓക്കെ, ഹൈപ്പർ ലിങ്കിന് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സ്റ്റേണൽ ലിങ്ക് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് വി നീഡ് ടു ലിങ്ക് ദി വെബ്സൈറ്റ് നെയിംഡ് www.dhckerala.gov.in when the user click on the text higher secondary. അതായത് യൂസർ ഹയർ സെക്കൻഡറി എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ www.dhckerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് ജമ്പ് ചെയ്യണം, അതായത് ലിങ്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ടെക്സ്റ്റാണ് ഹയർ സെക്കൻഡറി, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യിക്കുക. ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആങ്കർ ടാഗിന് യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ്. അതിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ് href. ഓക്കെ, അതിൻ്റെ വാല്യൂ എപ്പോഴും URL ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. URL എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ ലിങ്ക് ചെയ്യുന്നത് ആ ലിങ്ക് ചെയ്യാൻ ഡോക്യുമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും hrefൻ്റെ വാല്യൂ. നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്യാൻ പോകുന്നത് ഒരു സൈറ്റിലേക്കാണ്. ആ സൈറ്റ് നെയിം നമുക്കറിയാം, www.dhckerala.gov.in. ഓക്കെ, ദെൻ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യാനുള്ള ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഏതാണ്, ഹയർ സെക്കൻഡറി ആണ്. അപ്പോൾ ഹയർ സെക്കൻഡറി ദെൻ എ ടാഗിന് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ യൂസർ ഹയർ സെക്കൻഡറി എന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കയറാൻ സാധിക്കും. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ ലിങ്ക്. ഓക്കെ, ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സപ്പോസ് വി നീഡ് ടു ലിങ്ക് ദി വെബ് പേജ് നെയിംഡ് mypage.html. when the user click on the text go to my page. Same as go to my page എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ പേജ് ഓപ്പൺ ചെയ്ത് വരണം. ഇവിടെ ഒരു വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരണം. ആ പേജിൻ്റെ നെയിമാണ് എന്ത്, mypage.html. ഓക്കെ, ദെൻ എങ്ങനെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എ ടാഗ് ഓപ്പൺ ചെയ്തു, href ഈക്വൽ ടു എങ്ങോട്ടാണ് നമ്മൾ ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, mypage.html. അപ്പോൾ നമ്മൾ ഡബിൾ കോഴ്സിനകത്ത് പറഞ്ഞു mypage.html. ഓക്കെ, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു,
ഇനി നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റ് ആണ് ഗോ ടു മൈ പേജ്. അപ്പോൾ പറഞ്ഞു ഗോ ടു മൈ പേജ്, ദെൻ എ ടാഗിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ യൂസർ ഗോ ടു മൈ പേജ് എന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജ് ഓപ്പൺ ചെയ്ത് വരും? മൈ പേജ് ഡോട്ട് HTML എന്ന HTML പേജിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ ലിങ്കിന് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഇന്റേണൽ ലിങ്ക് ആണ്. ഇന്റേണൽ ലിങ്ക് നമുക്കറിയാം, ഒരു പേജിനകത്ത് ഉള്ള ലിങ്ക്, ഒരു പേജിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതിനെ പറയുന്നതാണ് ഇന്റേണൽ ലിങ്ക്. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലൊക്കേഷൻ, പേജിൻ്റെ ഒരു ലൊക്കേഷന് നെയിം പ്രൊവൈഡ് ചെയ്യുന്നു. നെയിം ഈക്വൽ ടു ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ എന്ന നെയിം പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നൊരു ക്യാപ്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഇൻട്രൊഡക്ഷൻ എന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, എ ടാഗ് ഓപ്പൺ ചെയ്യും. href ഈക്വൽ ടു ആഷ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നു. എന്ന് പറയുന്നു. ദെൻ പറയുന്നത് ഗോ ടു ഇൻട്രൊഡക്ഷൻ, ദെൻ എ ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേജിൻ്റെ ഒരു ലൊക്കേഷന്, ഏതോ ഒരു ലൊക്കേഷൻ, ഇൻട്രൊഡക്ഷൻ വരുന്ന ലൊക്കേഷന് നമ്മൾ പേര് കൊടുത്തു, അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന നെയിം. ഓക്കെ, ഇനി ഗോ ടു ഇൻട്രൊഡക്ഷൻ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ എന്ന ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ആ വാല്യൂ hrefൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ href ഇൻട്രൊഡക്ഷൻ ലിങ്ക് ചെയ്യും എപ്പോഴും യൂസർ ഗോ ടു ഇൻട്രൊഡക്ഷൻ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, പേജിൻ്റെ ഒരു ലൊക്കേഷൻ പേര് കൊടുത്തു ഇൻട്രൊഡക്ഷൻ. അവിടെ നമ്മുടെ പേജിൽ ഇൻട്രൊഡക്ഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ക്യാപ്ഷൻ പ്രൊവൈഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ href ഈക്വൽ ടു ഇൻട്രൊഡക്ഷൻ, ദെൻ ഗോ ടു ഇൻട്രൊഡക്ഷൻ എന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇന്റേണൽ ലിങ്ക്. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് ആണ്. ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന് പകരം അവിടെ നമുക്ക് ഒരു ഇമേജ് പ്രൊവൈഡ് ചെയ്യാം. ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിന് പകരം നമ്മളവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് അതിലെ ചേഞ്ച്. ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോർമൽ ഹൈപ്പർ ലിങ്ക് പ്രൊവൈഡ് ചെയ്തു. href ഈക്വൽ ടു മൈ വെബ് പേജ് ഡോട്ട് HTML. ഓക്കെ, ഇവിടെ ഞാൻ നോർമൽ ഹൈപ്പർ ലിങ്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റിൽ. ഇവിടെ നമ്മൾ കൊടുത്തു ഗോ ടു മൈ പേജ്, ദെൻ എ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് നോർമൽ ഹൈപ്പർ ലിങ്ക് ആണ്. ഗോ ടു മൈ പേജ് എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ വെബ് പേജ് HTML എന്ന പേജ് ഓപ്പൺ ചെയ്ത് വരും, അതായത് ലിങ്ക് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗോ ടു മൈ പേജ് എന്ന ടെക്സ്റ്റ് ആണ്. ഇതിനെ റീപ്ലേസ് ചെയ്യുക, അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യണം, ഒരു ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. href ഈക്വൽ ടു മൈ വെബ് പേജ് ഡോട്ട് HTML, സെയിം ആസ്, അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി ഗോ ടു മൈ പേജ് എന്നല്ല വേണ്ടത്, അതിന് പകരം നമുക്കൊരു ഇമേജ് വേണം. ഓക്കെ, ഇമേജ് കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, imgsrc എന്നാണ്. ഓക്കെ, imgsrc. ഓക്കെ, അവിടെ നമ്മൾ ഒരു ഇമേജിൻ്റെ പേര് കൊടുത്തു റോസ് ഡോട്ട് jpg എന്ന് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു, എ ടാഗിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഗോ ടു മൈ പേജ് എന്ന ടെക്സ്റ്റിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, ഒരു ഇമേജ് കൊടുത്തു. ഓക്കെ, ഇമേജ് സെറ്റ് ചെയ്യുന്നത് കൊടുത്തു. ഓക്കെ, അപ്പോൾ യൂസർ
ഇവിടെ ടെക്സ്റ്റിന് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം എവിടെ ക്ലിക്ക് ചെയ്യും? rose.jpg എന്ന ഇമേജിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് ലിങ്ക് ചെയ്യപ്പെടും? mywebpage.html ലിങ്ക് ചെയ്യപ്പെടും. ഇതാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, കോമൺ ആയിട്ട് എക്സാംസിന് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് ക്രിയേറ്റിംഗ് ഇമെയിൽ ലിങ്ക് ആണ്. ഇങ്ങനെയാണ് ഇമെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. We can create an email link to web page using hyperlink protocol mail2. Hyperlink protocol mail2 എന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇമെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് എന്താണ്? mail2 എന്ന പ്രോട്ടോകോൾ, ഇമെയിൽ ലിങ്കിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് mail2 എന്ന പ്രോട്ടോകോൾ, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതെങ്ങനെ പ്രൊവൈഡ് ചെയ്ത് നോക്കാം. href equal to നമ്മളെ പ്രോട്ടോകോൾ mail2 then എങ്ങോട്ടാണോ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ID പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് SCRT Kerala @gmail.com. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു SCERT. ഓക്കെ, എനെ ക്ലോസ് ചെയ്തു. ഇവിടെ യൂസർ SCRT എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ SCRT കേരള ജിമെയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇമെയിൽ ലിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.